പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളുടെ മുന്നിൽ വീണ്ടും പാട്ടുകളുമായി ദൈവവചനമായി ഞങ്ങൾക്ക് ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സകല മഹത്വവും യേശുവിനെ അർപ്പിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ സഹകരണത്തിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് 1-2-3 പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമായിട്ട് ഞങ്ങൾ പാടുവാൻ പോകുന്നത് പാസ്റ്റർ ജോഷുവ ബെഞ്ചി ജോൺ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അച്ചായനാണ്. അച്ചാൻ എഴുതി ട്യൂൺ ചെയ്ത 2-3 മാസമായിട്ടുള്ളൂ ഈ സോങ് ഇറങ്ങിയിട്ടുണ്ട്. പന്തളത്തുള്ളതാണ് അച്ചാൻ എഴുതി ട്യൂൺ ചെയ്ത ഒരു സോങ്ങാണ്. ഇമ്മാനുവൽ ഹെൻറി പാടിയിരിക്കുന്ന ഒരു സോങ്ങാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്. ഒരു വിളക്കായി കത്തി ജ്വലിക്കാൻ, ഇരുളിൽ വെളിച്ചമേകാൻ, എന്നെ നിനക്കായി തരുന്നു നിൻ കയ്യിൽ ഒരു തിരിയായി എന്നാണ് ഇതിൻ്റെ വരികൾ. നമ്മുടെ പ്രത്യാശ അതായിരിക്കണം, ഒരു വിളക്കായിട്ട് കത്തി ജ്വലിക്കാൻ. വിളക്കെന്ന് പറയുന്നത് ഇരുള് അല്ലെങ്കിൽ ഇരുട്ടുള്ളിടത്ത് പ്രകാശം പരത്തുന്ന ഒന്നാണ് വിളക്ക്. അത് എങ്ങനെയാണ്? നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക്, യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മൾ കത്തി ജ്വലിക്കാൻ വേണ്ടി തരുന്നു എന്ന് പറയുന്നു. ഒരു തിരിയായി, ആ യേശുവിൻ്റെ കയ്യിലെ തിരിയായി ലോകത്തിന് വെളിച്ചമേകാൻ, നമ്മിലൂടെ വെളിച്ചം പകരായി കത്തി ജ്വലിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഈ പാട്ട് പാടുമ്പോൾ തന്നെ നിങ്ങളൊരു വെളിച്ചമായി മാറുവാൻ, നിങ്ങൾ യേശു ക്രിസ്തു ഒരു വെളിച്ചമായി മാറുവാൻ ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിന് നമുക്ക് മഹത്വം അർപ്പിക്കാം. ഒരു വിളക്കായി കത്തി ജ്വലിക്കാൻ, ഇരുളിൽ വെളിച്ചമാകാൻ. ഒരു വിളക്കായി കത്തി ജ്വലിക്കാൻ, ഇരുളിൽ വെളിച്ചമാകാൻ, എന്നെ നിനക്കായി തരുന്നു നിൻ കയ്യിൽ ഒരു തിരിയായി, എന്നെ നിനക്കായി തരുന്നു നിൻ കയ്യിൽ ഒരു തിരിയായി. ചേർന്നിങ്ങനെ പാടാം. നിന്നാത്മാവിൽ എണ്ണയില്ലാതെ ഒരു കരുത്തിരിയായി ഇന്നലകളിൽ ഞാൻ നിന്നാത്മാവിൽ എണ്ണയാൽ നിറഞ്ഞു നിനക്കായി വെളിച്ചമാകും. നിന്ന
ഇന്നലകളിൽ ഞാൻ നിന്നാത്മാവിൻ എണ്ണയാൽ നിറഞ്ഞ് നിനക്കായി വെളിച്ചമാകും. നിന്നാത്മാവിൻ എണ്ണയാൽ നിറഞ്ഞ് ഇരുളിൽ വെളിച്ചമാകും. ഒരു വിളക്കായി കത്തി ജ്വലിക്കാൻ ഇരുളിൽ വെളിച്ചമാകാൻ. ഒരു വിളക്കായി കത്തി ജ്വലിക്കാൻ ഇരുളിൽ വെളിച്ചമാകാൻ. എന്നെ നിനക്കായി തരുന്നു നിൻ കയ്യിൽ ഒരു തിരിയായി. എന്നെ നിനക്കായി തരുന്നു നിൻ കയ്യിൽ ഒരു തിരിയായി. എന്നെ വിളിച്ചതോ ഈ ലോക ഉപ്പാകാം. കാരമില്ലാതെ ജീവിതം നയിച്ചു ഞാൻ നിൻ സ്നേഹത്തിൽ നിത്യം നിറഞ്ഞ് ഈ ലോകത്തിൻ രുചിയായി മാറിടും. എന്നെ വിളിച്ചതോ ഈ ലോകയുപ്പാകാൻ. കാരമില്ലാതെ ജീവിതം നയിച്ചു ഞാൻ. എന്നെ വിളിച്ചതോ ഈ ലോകയുപ്പാകാൻ. കാരമില്ലാതെ ജീവിതം നയിച്ചു ഞാൻ. നിൻ സ്നേഹത്തിൽ നിത്യം നിറഞ്ഞ് ഈ ലോകത്തിൽ രുചിയായി മാറിടും. നിൻ സ്നേഹത്തിൽ നിത്യം നിറഞ്ഞ് ഈ ലോകത്തിൽ രുചിയായി മാറിടും. അടിയനിതാ 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 യേശുവേ. അടിയനിതാ 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 യേശുവേ. ചേർന്ന് പാടാമോ? അടിയനിതാ 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 യേശുവേ. ഒരു വിളക്കായി കത്തി ജ്വലിക്കാൻ ഇരുളിൽ വെളിച്ചമാകാൻ. ഒരു വിളക്കായി കത്തി ജ്വലിക്കാൻ ഇരുളിൽ വെളിച്ചമാകാൻ. എന്നെ നിനക്കായി തരുന്നു നിൻ കയ്യിൽ ഒരു തിരിയായി. എന്നെ നിനക്കായി തരുന്നു നിൻ കയ്യിൽ ഒരു തിരിയായി. അടിയനിതാ 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 യേശുവേ. അടിയനിതാ 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 യേശുവേ. ചെറുപടോ അടിയനിതാ 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 യേശുവേ. ഹല്ലേലൂയ.
നിങ്ങൾക്ക് ആശ്വാസമായി തീർന്നതെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. ഒരു വിളക്കായിട്ട് ആ യേശുവിന് വേണ്ടി ഒരു വിളക്കായി ഞാൻ കത്തി ജ്വലിക്കും. എന്നെ ആ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും ഒരു തിരിയായിട്ട്. ഹല്ലേലൂയ. ഇരുളിൽ വെളിച്ചമേകുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്ക് വീണ്ടും മഹത്വപ്പെടുത്താം. അടുത്തായിട്ട് പാടുവാൻ പോകുന്ന ഒരു പഴയ സോങ്ങാണ്, നിങ്ങൾക്കെല്ലാവർക്കും പരിചയം ഉള്ള ഒരു സോങ്ങാണ്. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു എന്നുകൊണ്ട് തുടങ്ങുന്ന ആ പഴയ സോങ്ങാണ് പാടുന്നത്. നമ്മളെ സ്നേഹിച്ച ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു സോങ്ങാണ്. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു തമ്പുരാൻ നല്ലൊരു രക്ഷകനെന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ചേർന്നിങ്ങനെ പാടാം. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. എന്തൊരു സ്നേഹം ഈ സാധുവെ ഓർക്കുന്നു. സന്താപസാഗരം തന്നിൽ വീണു എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നു ഓമന പൈതലാൽ തീർക്കണമേ.
എന്തോരു സ്നേഹമി സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വീണു. എന്തോരു സ്നേഹമി സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോമന പൈതല തീർക്കേണമേ. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തി നിന്നോമന പൈതല തീർക്കേണമേ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ഹല്ലേലൂയ. വീണ്ടും ഒരു ഗാനം കൂടെ നമുക്ക് പാടാം. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സോങ്ങാണ്. ഇതൊരു പ്രത്യാശയുടെ ഗാനമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന് സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടുന്നു. അതിൻ്റെ സ്റ്റാൻസയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. നമുക്ക് ദോഷമായതുള്ളതൊന്നും യേശു ചെയ്യുകയില്ല. എന്നെ യേശു അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹം. അതുപോലെ ദോഷം നമുക്ക് പലപ്പോഴും പല വ്യക്തികളും നമുക്ക് ദോഷം ചെയ്യുമ്പോൾ യേശു നമുക്ക് വേണ്ടി നന്മ മാത്രം ചെയ്യുന്നു. അതാണ് ഈ പാട്ടുകാരൻ പറയുന്നത്. ആ ഒരു പ്രത്യാശയുടെ ഗാനമാണ് പലപ്പോഴും നമുക്ക് ബലം നൽകുന്ന, നമുക്ക് ഹൃദയത്തിന് തകർന്ന വേളയിൽ, അതുപോലെ ദുഃഖിച്ചിരിക്കുന്ന വേളയിൽ ഈ പാട്ട് പാടുമ്പോഴത്തേക്കിന് ഒരുപാട് ഹൃദയത്തിന് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ഹല്ലേലൂയ. എത്ര നല്ല വരികളാണെന്നറിയോ. കാരണം കഷ്ടനഷ്ടം നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടങ്ങളുണ്ടോ, അല്ലെങ്കിൽ നഷ്ടങ്ങൾ പലതും ഉണ്ടായിരിക്കാം. എന്നാൽ ഞാൻ ഭാഗ്യവാനായി തീരുന്നു. എന്തോ കഷ്ടമേറ്റ കർത്താവ് നോടുകൂടെ കൂട്ടാളിയായി ഞാൻ തീരുന്നു. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നമുക്കിപ്പോൾ കഷ്ടമുണ്ട്, അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചെങ്കിലും ആ നിത്യതയോടെ, അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകരപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും അത് നഷ്ടമായി പോകത്തില്ല. നമ്മളോടുകൂടെ കൂട്ടാളിയായി നിൽക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹം നമ്മളെ പിന്തുടരും. ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ചേർന്ന് പാടാമോ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ അത് ഞാൻ സന്തോഷത്തോട് വാങ്ങി ഹല്ലേലൂയ പാടിയിടും. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. പ്രത്യാശയോടെ പാടാം. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന ആ ദൈവ സ്നേഹമാകുന്ന പിതാവ് എന്നോട് കൂടെയുണ്ട്. ആ യേശു എന്നോട് കൂടെയുണ്ട്. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ചേർന്നിങ്ങനെ പാടാം. കഷ്ടനഷ്ടമേറി വന്നാൽ ഞാൻ ഭാഗ്യവാനായി തീരുന്നു. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ചേർന്ന് പാടാം. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ചേർന്ന് പാടാം. സന്തോഷത്തോടതു വാങ്ങി
ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളോട് ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കമൻസ് ഇട്ടവർക്ക്, അതുപോലെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സെർച്ച് വാക്യങ്ങൾ അതിൻ്റെ 9-ാമത്തെ അധ്യായം, അതിൻ്റെ 10-ാമത്തെ വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും ആകുന്നു. ഹല്ലേലൂയ. ഈ ദൈവവചനം പലപ്പോഴും ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ് എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് ഒരുപാട് പ്രസംഗങ്ങൾ, അതുപോലെ അല്ലാതെ ഒരുപാട് വായിച്ചിട്ടുള്ളത് എല്ലാമാണ് ഈ ഒരു വാക്യം. എന്നാൽ ദൈവം എനിക്ക് തന്ന ഒരു ദൈവവചനം, ഈ ദൈവവചനം തന്നിട്ട് ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ തന്നു. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജ്ഞാനമുണ്ട്. ജ്ഞാനമുള്ളത് കൊണ്ടാണ് നമുക്ക് പല പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഒരു ജ്ഞാനം അല്ലെങ്കിൽ നമ്മുടെ വിവേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും സാധ്യമല്ല. കാരണം ഒരാളുടെ സഹായം കൂടാതെ ഒന്നും ചെയ്യുവാനോ ഒന്നും പ്രവർത്തിക്കാനോ സാധ്യമല്ല. എന്നാൽ ദൈവവചനം പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നു. നമുക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ ചെറിയ അറിവേ ഉള്ളൂ. പലപ്പോഴും മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്ന അറിവുകളാണ് കുഞ്ഞു കുട്ടികൾക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവർ കേട്ട് കേൾവി അങ്ങനെയാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ ദൈവവചനം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. നമ്മളുടെ മാനുഷികമായ അനേക ജ്ഞാനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, കുഞ്ഞു കുട്ടികൾ കേട്ട് വളരുന്നത്, അവർ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമാണ് അവരുടെ ജ്ഞാനം, അല്ലെങ്കിൽ അവരുടെ വിവേകം അവർക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. എന്നാൽ ഈ ദൈവവചനം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള അറിവ്, അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള ആ ഒരു ജ്ഞാനം, ദൈവിക ജ്ഞാനം, അതാകുന്നു ആരംഭം എന്നാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലുള്ള ജ്ഞാനം കൊണ്ട് ഒരുപാട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. അത് ദൈവഭക്തി, ദൈവമാരെന്ന്, അല്ലെങ്കിൽ സത്യദൈവമാരെന്ന്, യേശുവാരെന്ന്, ദൈവിക ജ്ഞാനം എവിടെയെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് പറയുന്നത് ഇതിൽ ജ്ഞാനത്തിൻ്റെ ആരംഭം യഹോവ ഭക്തി എന്ന്. അപ്പോൾ ഞാൻ ഈ ദൈവവചനം വായിച്ചു. ഈ ദൈവവചനം വായിച്ചതുകൊണ്ടാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നുള്ള ഒരു വചനം കിട്ടിയത്. ഈ വചനം എവിടെ നിന്ന് കിട്ടി? ഹല്ലേലൂയ. വചനം വായിച്ചുകൊണ്ട് അതെൻ്റെ ഹൃദയത്തിലേക്ക് കയറിയതുകൊണ്ടാണ് ഈ ദൈവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവഭക്തി എങ്ങനെയെന്ന് എനിക്കറിയുവാൻ സാധിച്ചത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ജ്ഞാനത്തിൻ്റെ ആരംഭം ദൈവത്തിലായിരിക്കണം. ദൈവമാകുന്നു ജ്ഞാനം, ദൈവമാകുന്നു ആദ്യം അന്ത്യനും എന്നാണ്. നമ്മൾ ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്, ആദ്യനും അന്ത്യനും. എന്നാൽ ദൈവവചനത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആദ്യനും അന്ത്യനും ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാകുന്നു യേശുക്രിസ്തു, അതാകുന്നു ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യമാകുന്ന, അല്ലെങ്കിൽ ആരംഭമാകുന്ന യഹോവ ഭക്തി, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മൾ വളരുവാൻ ഇടയായിത്തീരണം. പിന്നീട് രണ്ടാമത് കൊടുത്തു വയ്ക്കുന്നത് പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം, വിവേകവും ആവുന്നു. അപ്പോൾ പരിജ്ഞാനം, വിവേകം അതെന്താണ്? യഹോവ ഭക്തിയാൽ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനാൽ മാത്രമേ നമുക്ക് പരിജ്ഞാനം, വിവേകം, ഈ ലോകത്തുള്ള എന്തൊക്കെ നേടിയാലും അതില്ലെങ്കിൽ, ഒരാരംഭം ഇല്ലെങ്കിൽ ഒന്നും നിൽക്കുവാൻ സാധിക്കത്തില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ദൈവമാകുന്ന ആരംഭം, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അതില്ലാതെ വണ്ണം നമ്മൾ എന്ത് പഠിച്ചോ, എന്ത് ജ്ഞാനം നേടി, എന്ത് വിവേകം സമ്പാദിച്ചാലും അതൊന്നും നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം. ആദ്യമായിട്ട് ആരംഭമാകുന്ന യഹോവ ഭക്തി എന്നിൽ ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ദൈവവചനം പഠിക്കണം. ഇന്ന് രാവിലെ എന്നും ഡെയിലി എഴുന്നേറ്റ് ഞാൻ ദൈവവചനത്തിൽ, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, ദൈവത്തോട് സംസാരിച്ചിട്ട് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു തീരുമാനം എത്ര പേർ എടുക്കുന്നു ഇന്ന് രാത്രികാലം? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം, പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം, വിവേകവുമാകുന്നു. നമുക്ക് ഈ ലോകത്തിലുള്ള ഒന്നും കൊണ്ടല്ല, ലോകത്തിൽ അനേക ജ്ഞാനം തരുന്നതുകൊണ്ട്, വിവേകം തരുന്നതുകൊണ്ട് ഒരുപാട് ഇൻ്റർനെറ്റിലൂടെ കിട്ടും, ഒരുപാട് ബുക്സിലൂടെ കിട്ടും, ഒരുപാട് നമ്മളിലൂടെ അറിവ്, നമ്മൾ പഠിക്കുന്നവരാണ്, ഒരുപാട് പഠിച്ചവരാണ്, അതിലൂടെ ഒരുപാട് അറിവ് കിട്ടും. എന്നാൽ ആരംഭം
ദൈവത്തെ നോക്കി. ഹല്ലേലൂയ. നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈ തീരുമാനത്തിൽ മുന്നേറാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകം കമൻ്റ് ചെയ്തിട്ടുണ്ട് M7 എന്ന് ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. സിസ്റ്റർ ആനി ഡൊമിനിക്, സിസ്റ്റർ രേഖ, ബ്രദർ ടിജോ വർഗീസ്, ഫേബ പി മാത്യു, അജുമൻ, എല്ലാവർക്കും പ്രത്യേകം അജുമൻ നമ്മുടെ ജോബിൻ്റെ സുഹൃത്താണെന്ന് പറയുന്നു, സ്കൂളിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞു, വയനാട്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളോട് ജോയിൻ ചെയ്യുന്നു മലപ്പുറത്തുള്ള സ്റ്റാഫാണ്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ലൈവ് കാണുന്നു. ഞങ്ങളുടെ സപ്പോർട്ടും ഒരുപാട് ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ വീണ്ടും ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കൊരുമിച്ച് ഈ ഒരു യഹോവ ഭക്തിയിൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ആരംഭിക്കാം. ഓരോ ദിവസവും നമ്മുടെ ജീവിതം, ഓരോ അവസരത്തിലും എന്ത് തുടങ്ങുന്നു, നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ദൈവിക ജ്ഞാനത്തിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത തീരുമാനത്തോടുകൂടി അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോബിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. രാത്രി സമയങ്ങൾ സന്നിക്കടന്നവരുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ പാടിയ പാട്ടുകൾ, ഞങ്ങൾ പറഞ്ഞ വചനങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയ നമ്മെ സഹായിക്കണം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എത്രത്തോളം കൂടുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കിട്ടിക്കാശ് തന്നെയാവേ. ഹല്ലേലൂയ. ഞാൻ ഈ പാടിയ 3 പാട്ടുകളും അതുപോലെ ഓരോ ദിവസം പാടുന്ന പാട്ടുകൾ നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ. അത് പാടുവാൻ പഴയ പാട്ടുകളുണ്ട്, അതുപോലെ പുതിയ പാട്ടുകളുണ്ട്. ഇന്ന് ആദ്യം പാടിയത് ഞാൻ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ് പാസ്റ്റർ ജോഷുവ ബെഞ്ചി ജോൺ അച്ഛൻ എഴുതിയ ട്യൂൺ ചെയ്ത ഒരു സോങ്ങാണ് ആദ്യം പാടിയത്. രണ്ടാമത് പാടിയത് നിങ്ങൾ പഴയ പാട്ടാണ് പൊന്നേശു തമ്പുരാൻ. മൂന്നാമത് പാടിയത് പ്രത്യാശയുടെ ഒരു ഗാനമാണ്, ദുഃഖത്തിൻ്റെ പാനപാത്രം. ഒരിക്കലും പലപ്പോഴും നമ്മൾ അത് ദുഃഖത്തോടെ അല്ലെങ്കിൽ ഭാരത്തോടെ പാടുന്നത്, എന്നാൽ അതൊരു സന്തോഷത്തിൻ്റെ ഒരു പ്രത്യാശ നൽകുന്ന ഒരു സോങ്ങാണ്. അതുകൊണ്ട് ഓരോ പാട്ടുകൾ, ഓരോ ദിവസം പാടുന്ന പാട്ടുകൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാടുന്നതും അതുപോലെ ടീമായിട്ട് ഞായറാഴ്ചകളിൽ പാടുന്നതും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുവെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ആ ദൈവിക ജ്ഞാനത്തിൽ, ദൈവിക വിവേകത്തിൽ നമുക്ക് മുന്നേറാം. ആ ദൈവത്തിനെ കുറിച്ചുള്ള ആ ഭക്തിയോടെ നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.